ദുരന്തഭൂമിയിൽ ബെയിലി പാലം ഒരുങ്ങുന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ നാശം വിതച്ച മണ്ണിൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. നാളെ രാവിലെയോടെ ചൂരൽമലയിലെ തകർന്ന പാലത്തിന്റെ സ്ഥാനത്ത് സൈന്യം താൽക്കാലിക ബെയിലി പാലം ഒരുക്കും. പാലം ഒരുങ്ങുന്നതോടെ കൂടുതൽ ദുരന്ത മേഖലകളിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാനാകും. അതേസമയം ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് പോകുന്ന സൈനിക വാഹനങ്ങൾക്കും മെഡിക്കൽ ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുന്ന വണ്ടികൾക്കും സുഗമമായി കടന്നുപോകാൻ വഴിയൊരുക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. കര, നാവിക, വ്യോമസേനകളുടെ കൂട്ടായ പ്രവർത്തനത്തിനൊപ്പം ആയിരക്കണക്കിന് രക്ഷാപ്രവർത്തകരാണ് മണ്ണിൽ പുതഞ്ഞുപോയ ജീവനുകൾ തേടി രണ്ടാം ദിവസവും ശ്രമം തുടരുന്നത്. ഇന്നലത്തേതിനേക്കാൾ സുസജ്ജവും ലക്ഷ്യബോധവുമുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇന്ന് നടക്കുന്നത്. കണ്ണൂരിലെത്തിയ ആദ്യ വ്യോമസേനാ വിമാനത്തിൽ ആദ്യ ബെയിലി പാലം നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ എത്തിച്ചിരുന്നു. ഇവ ഇന്നലെ രാത്രിയോടെ തന്നെ 20 ട്രക്കുകളിലായി ചൂരൽമലയിലെ ദുരന്ത മേഖലയിൽ എത്തിച്ചിരുന്നു. ഇവ ഉപയോഗിച്ച് ഒന്നാമത്തെ പാല നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഈ പാലം നാളെ പകലോടെ പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കൈയിലേക്ക് ചൂരൽമലയിൽ നിന്നും താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളുമായി വ്യോമസേനയുടെ രണ്ടാമത്തെ പ്രത്യേക വിമാനം ഇന്ന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. വ്യോമസേന എത്തിച്ച സാമഗ്രികൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ 17 ട്രക്കുകളിലായി ചൂരൽമലയിൽ എത്തിക്കും.